പാർട്ടിയെ കൈക്കലാക്കിയ മരിമോനിസത്തിന്റെ പരാജയമാണ്. മാർക്സിസത്തിൽ നിന്ന് മരിമോനിസത്തിലേക്ക് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ചുവട് പിഴച്ചപ്പോൾ പരാജയപ്പെട്ടത് പിണറായി വിജയനും മരുമോനും മാത്രമല്ല, താഴെ തട്ട് മുതൽ പോളിറ്റ് ബ്യൂറോ വരെ പ്രവർത്തിക്കുന്ന മുഴുവൻ നേതാക്കന്മാരുമാണ്. സാധാരണക്കാരുടെ സങ്കടങ്ങൾ കാണാത്ത ഒരു സർക്കാരിന്റെ പരാജയമാണ് നിലമ്പൂരിൽ സംഭവിച്ചത്. കേരളത്തിലെ സാധാരണക്കാർ സർവ്വവിധത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ സർക്കാരിന് വേണ്ടിയിട്ട് ഓശാന പാടിക്കൊണ്ട് നടന്ന സകല സാംസ്കാരിക നായകർ കൂടിയാണ് പരാജയപ്പെട്ടത്. ഈ സാംസ്കാരിക നായകരോടൊപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെയും സംസ്ഥാനത്തെ കൊള്ളയടിക്കുന്ന സർക്കാരിന്റെയും വാഴ്ത്തുപാട്ടലുകൾ നടത്തിക്കൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകരുടെ കൂടി പരാജയമാണ്. മഹാത്മാഗാന്ധിയുടെ ഘാതകരായിട്ടുള്ള ഹിന്ദു മഹാസഭയും PDPയും അടക്കമുള്ള വിവിധ വർഗീയ രാഷ്ട്രീയ കക്ഷികൾ പിന്തുണച്ചിട്ടും പിണറായി വിജയന്റെ പാർട്ടിക്ക് നിലമ്പൂരിൽ കാലിടറിയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ ഒറ്റ കാര്യമാണ് ഉത്തരം. സാധാരണക്കാരന്റെ സർവ്വ വിലാപങ്ങളിലും സങ്കടങ്ങളിലും കാതു കൊടുക്കാൻ കഴിയാത്ത സർവ്വസൈന്യാധിപനായിട്ടുള്ള ഫാസിസത്തിന്റെ മൂർത്തി രൂപമായിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ പരാജയമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അക്രമം കൊണ്ട്, ധാർഷ്ട്യം കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട്, സ്വജനപക്ഷപാതം കൊണ്ട് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരടക്കമുള്ള സാധാരണ മനുഷ്യരോട് മുഖം തിരിഞ്ഞ് നടക്കുന്ന സർക്കാർ, അവരോട് മാറി നിൽക്കെന്നും ഇരിക്കവിടെയെന്നും കടക്ക് പുറത്ത് എന്നും കേരളത്തിന്റെ പൊതുഭരണ വകുപ്പിൽ നിന്ന് ആക്രോശിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനുള്ള തിരുത്താണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയം. ഒരു നാടിനെ ഒന്നാകെ 9 വർഷങ്ങളായി കൊള്ളയടിച്ചുകൊണ്ടിരുന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ കോടികൾ ചെലവിട്ട് റീൽസ് എടുത്തുകൊണ്ട് അതിനെയൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വ്യാമോഹികൾക്കുള്ള തിരുത്താണ് നിലമ്പൂരിലെ സാധാരണ മനുഷ്യർ നൽകിയത്. അത്തരം വ്യാമോഹികൾക്ക് സാംസ്കാരിക എച്ചിൽ നക്കികളെ കൊണ്ടിട്ടോ, സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ടിട്ടോ, പോലീസ് ഉദ്യോഗസ്ഥരുടെ വേട്ടയാടലുകൾ കൊണ്ടോ, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ വ്യാജ വാർത്താ സൃഷ്ടികൾ കൊണ്ടോ അതിജീവിക്കാൻ സാധിക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ജയിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ജയിച്ചത് UDFും കോൺഗ്രസും ആര്യാടൻ ഷൗക്കത്തും കോൺഗ്രസിനും UDFിനും വേണ്ടിയിട്ട് ബൂത്തുകളിൽ മുഴുവൻ വീടുകളിലും കയറിയിറങ്ങി നടന്ന സാധാരണ പ്രവർത്തകരും മാത്രമല്ല, നിലമ്പൂരിലെ പൂമരനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്, പരന്ന വായനക്കാരനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് നിലമ്പൂരിലെ വീടുകൾ കയറിയിറങ്ങി സർക്കാരിനെതിരായി വോട്ട് ചോദിക്കാൻ വന്ന ആശാവർക്കർമാരുടെ വിജയമാണ്. സെക്രട്ടേറിയറ്റിനകത്തെ മുഖ്യമന്ത്രിയുടെ മുറിയുടെ ജനൽപ്പാളികൾ ഒന്ന് തുറന്നാൽ ആ മതിൽക്കെട്ടിന് പുറത്ത് 135 ദിവസങ്ങളായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ ഒന്ന് കാണാമായിരുന്നു, അവരോടൊന്ന് സംസാരിക്കാമായിരുന്നു. പെരുമഴയത്തും പൊരിവെയിലിലും മഞ്ഞും മഴയും നനഞ്ഞ് വെയിലും കൊണ്ട് സമരം ചെയ്ത ആ പരമസാധുക്കളായ സ്ത്രീകളെ നിങ്ങൾ കാണാതെ പോയപ്പോൾ അവർ നിങ്ങളെ കാണാൻ നിലമ്പൂരിലെ വീടുകൾ കയറി ഇറങ്ങി. പരന്ന വായനക്കാരന്റെ നിലമ്പൂരിലെ പരമ പരാജയത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ സങ്കടം നിങ്ങൾ കാണാതെ പോയതുകൊണ്ടാണ്. ആദിവാസികളുടെ സമരം നിങ്ങൾ കാണാതെ പോയതുകൊണ്ടാണ്. റബ്ബർ കർഷകരുടെ സങ്കടം നിങ്ങൾ കാണാതെ പോയതുകൊണ്ടാണ്. നിലമ്പൂരിലെ അടക്കം മലയോര കർഷകരെ വന്യജീവികൾ വിതയ്ക്കുന്ന മരണത്തിന് വിട്ടുകൊടുത്ത സർക്കാരിനെതിരെ ആ മനുഷ്യർ വിധി എഴുതിയതാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. റേഷൻ മുടങ്ങുമ്പോൾ സങ്കടത്തോടെ വീട്ടിലേക്ക് നടന്നു പോകുന്ന സാധാരണക്കാരുടെ കാലിസഞ്ചി നിങ്ങൾ കണ്ടില്ല. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ ജീവിക്കാൻ പറ്റാതെ നട്ടം തിരിയുന്ന പരമസാധുക്കളായിട്ടുള്ള പാവങ്ങളുടെ കണ്ണുനീർ നിങ്ങൾ കണ്ടില്ല. പെൻഷൻ മുടങ്ങിയതും ക്ഷേമനിധി മുടങ്ങിയതും സകല രീതിയിലും ജീവിക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ മുമ്പിൽ, അവരുടെ മുമ്പിൽ വീണ്ടും നികുതിയുടെ അധികഭാരം നിങ്ങൾ ചുമത്തിയപ്പോൾ, കണ്ണുനീരോടെ അവരതെല്ലാം ചുമന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്താൻ ശേഷിയുള്ള UDFിനെ, കോൺഗ്രസിനെ അവർ തേടിയെത്തുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. നിങ്ങൾ ചുമത്തിയ മുഖങ്ങൾ ചുമന്ന് പ്രയാസപ്പെട്ട ആ മനുഷ്യരാണ് നിങ്ങളുടെ കവിളത്ത് തട്ടി നിങ്ങളെ തിരുത്തിയിരിക്കുന്നത്. നിലമ്പൂരിൽ CPMനേറ്റ കനത്ത പരാജയം തീവ്രവാദികളുടെ വിജയമാണെന്ന് വിധിയെഴുതിയ CPMന്റെ നേതാക്കന്മാർക്ക് ഇനിയും നേരം വെളുക്കാത്തതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ഇത്തരം തിരിച്ചറിവില്ലാതെ ഇരുട്ടിൽ തപ്പി നടക്കുമ്പോഴാണ് കോൺഗ്രസിനെ തിരിച്ചറിഞ്ഞ് തിരികെ വിളിക്കാൻ കേരളത്തിലെ പൊതുജനങ്ങൾക്ക്, സാധാരണക്കാരന് സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് സംജാതമായത്? 9 വർഷക്കാലം പിണറായി വിജയൻ പിതാവിന് സമമാണെന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ പരിചയമായി നിന്ന് പ്രതിപക്ഷ സമരങ്ങളെ ആക്ഷേപിച്ച് ഇല്ലാതാക്കാൻ നോക്കിയ കടന്നൽ രാജ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ രാജിവെക്കേണ്ടി വന്നത്? ഈ കടന്നൽ രാജ പിണറായി വിജയന്റെ കൂടെ നിന്നപ്പോൾ, ഇടം വലം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചപ്പോൾ, ആക്ഷേപങ്ങൾ ചൊരിഞ്ഞപ്പോഴും കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിനകത്തും നിയമസഭയ്ക്കകത്തും കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിലും സമരവും സന്ദേശങ്ങളും പ്രചരണങ്ങളുമായിട്ട് കോൺഗ്രസും UDFും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ഏറ്റുപറയേണ്ടി വന്നതുകൊണ്ടാണ് PV അൻവറെ നിങ്ങൾക്ക് രാജിവെക്കേണ്ടി വന്നത്. ആ രാജിക്ക് ശേഷം നിങ്ങളെടുത്ത തീരുമാനങ്ങൾ പിണറായി വിജയനെ സഹായിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചത്. പക്ഷേ നിങ്ങളില്ലാതെയും UDFിന് ജയിക്കാമെന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് UDFിന്റെ, കോൺഗ്രസിന്റെ ശക്തമായ നിലപാടിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ തെളിവാക്കി കൊടുത്തത്. നിങ്ങളില്ലാതെയും ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും. നിങ്ങളെ കൂട്ടിയാണ് ഞങ്ങൾ ജയിച്ചിരുന്നെങ്കിൽ ഈ വിജയത്തിന്റെ മുഴുവൻ അവകാശവാദവും നിങ്ങൾ ഏറ്റെടുത്തേനെ. നിങ്ങളുടെ ചുമലിൽ കെട്ടിവെച്ച്
നിങ്ങളുടെ തലയിൽ ആ കിരീടം ചൂടിത്തരാൻ കേരളത്തിലെ CPM വേണ്ടിയിട്ട് കുഴലൊത്ത് നടത്തുന്ന മാധ്യമങ്ങൾ വരെ തിരക്ക് കൂട്ടിയേനെ. പക്ഷേ നിങ്ങൾ ഇല്ലാതെ ജയിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞങ്ങളാണ് ശരിയായ ജനപക്ഷ സമര നേതാക്കൾ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചത്. അൻവറെ കൂട്ടിയിരുന്നെങ്കിൽ കുറെ കൂടി ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായി മാറാം. പക്ഷേ അൻവറെ കൂട്ടിക്കിട്ടുന്ന വിജയത്തെക്കാൾ അൻവർ ഇല്ലാതെ കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിരന്തര സമരങ്ങളുമായിട്ട് തെരുവ് നിറയുകയും നിയമസഭ നിറയുകയും ചെയ്ത പ്രതിപക്ഷത്തിന് ജയിക്കാമെന്ന സന്ദേശം നൽകുമ്പോൾ അൻവർ ഇല്ലാതെ ഇത്തരത്തിൽ രാഷ്ട്രീയ ഭാഗ്യാന്വേഷികൾ ഇടയ്ക്ക് കയറി വരുമ്പോൾ അവരുടെ കൈ പിടിക്കാതെ തന്നെ കോൺഗ്രസിന്റെ കൈകൾ ഉയർത്താൻ പറ്റും, UDFന് വിജയിക്കാൻ പറ്റുമെന്നുള്ള രാഷ്ട്രീയ സന്ദേശമാണ് നമുക്ക് നൽകാൻ സാധിച്ചത്. പിണറായി വിജയനോട് പിണങ്ങി പിരിഞ്ഞ ധൂർത്തപുത്രന്മാർക്ക് ചവിട്ടി തുറക്കാനുള്ളതല്ല UDFന്റെ വാതിൽ. UDFിലേക്ക് പ്രവേശിക്കാൻ കത്ത് കൊടുത്ത് കാത്തിരിക്കുന്നവർ കൃത്യമായിട്ട് UDFന്റെ സംഘടനാ സംവിധാനത്തെ മാനിക്കണം, സംഘടനാ മര്യാദകൾ പാലിക്കണം, UDFന്റെ നേതാക്കന്മാരെ അംഗീകരിക്കണം. അറ്റ്ലീസ്റ്റ് UDFന്റെ സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളാനുള്ള ആർജവമെങ്കിലും ഉണ്ടാകണം. പിണറായി വിജയനോടൊപ്പം നിന്ന് നാട്ടുകാരുടെ മെക്കെട്ട് കയറിയപ്പോൾ കിട്ടിയ കടന്നൽ രാജ എന്ന ആ കിരീടം ഊരി വെച്ചിട്ട് അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ആ തലപ്പാവ് മാറ്റി വെച്ചിട്ട് വേണം UDFിലേക്ക് കടന്നു വരാൻ. ഇവിടെയുള്ള പ്രവർത്തകർ, ഇവിടെയുള്ള നേതാക്കന്മാർ ഏതാളെയും സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെയുള്ളവരെ ആക്ഷേപിച്ചിട്ട് കടന്നു വരാൻ കാത്തു നിൽക്കുന്നവർക്ക് മുമ്പിൽ നോ എന്ന് പറഞ്ഞ് വാതിൽ കൊട്ടിയടയ്ക്കാനും ശേഷിയുള്ളവരാണ് കേരളത്തിലെ UDFന്റെ കോൺഗ്രസിന്റെ സകല പ്രവർത്തകരും എന്നുള്ള ബോധ്യം കൂടി ഉള്ളവർക്കുള്ളതാണ് UDF എന്നുള്ള ഇടം. ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത KC വേണുഗോപാലും VD സതീശനും അടൂർ പ്രകാശും സണ്ണി ജോസഫും കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട്ട് തങ്ങളും മുതൽ UDFന്റെ സകല നേതാക്കന്മാർ തൊട്ട് സർവ്വസാധാരണ പ്രവർത്തകർ വരെയുള്ളവർ, ആശാ വർക്കർമാർ മുതൽ ആദിവാസികൾ വരെയുള്ള സകല സാധാരണക്കാരും, ക്ഷേമ പെൻഷൻ കിട്ടാത്തവർ മുതൽ ദുരിതങ്ങളും പ്രയാസങ്ങളും നിരന്തരം അനുഭവിക്കുന്നവർ, രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിന്റെയും നികുതി ഭാരത്തിന്റെയും സങ്കടങ്ങൾ പേറുന്നവർ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ RSS വൽക്കരണത്തിനെതിരെ നിരന്തരം സങ്കടം പറയുന്ന ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ളവർ, ഈ സംസ്ഥാനത്തെ സാധാരണ മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന ആഭ്യന്തര വകുപ്പ് അടക്കമുള്ള സർക്കാർ വകുപ്പുകൾക്കെതിരെയും ശബ്ദിക്കാൻ ശേഷിയുള്ള മനുഷ്യർ, അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പരാജയപ്പെട്ടത് പിണറായി വിജയനാണ്, പരാജയപ്പെട്ടത് പിണറായിസമാണ്. പിണറായിസത്തിന് ഓശാന പാടുന്ന മാർക്സിസത്തിൽ നിന്ന് മരുമോനിസത്തിലേക്ക് പടുകുഴിയിലേക്ക് തള്ളപ്പെട്ട പിണറായി വിജയന്റെ പാർട്ടി കൂടിയാണ്. എന്ത് തോന്നിവാസങ്ങൾക്കും കൈകൊട്ടിച്ചിരിക്കുന്ന സാംസ്കാരിക നായകരും മാധ്യമ പ്രവർത്തകരും അടക്കമുള്ള കൂലി എഴുത്തുകാരും എച്ചിൽ നായ്ക്കളുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 3 പക്ഷങ്ങളായിട്ട് നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDFന്റെ പക്ഷത്ത് നിൽക്കുന്ന സർവ്വസാധാരണക്കാരും, പരാജയപ്പെട്ട പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ഫാസിസത്തിന് കൈയടിക്കുന്ന യഥാർത്ഥ ഫാസിസ്റ്റുകളായിട്ടുള്ളവർ, മൂന്നാമത് അഹങ്കാരത്തിന്റെ മൂർത്തി രൂപം കൊണ്ട് ഇരിക്കുന്നിടത്ത് ചുണ്ണാമ്പിട്ട് പൊള്ളിച്ചുകൊണ്ട് ഇന്ന് പെരുവഴിയിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന വകതിരിവില്ലാത്ത രാഷ്ട്രീയ നേതാക്കളും. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ഈ 3 ദൃഷ്ടാന്തങ്ങളാണ്.